കാണാത്ത വഴികൾ തുറക്കും യേശുവിൽ നാം ഭയമില്ലാതെ. വിശ്വാസം അത് ലോകത്തെ മാറ്റും. യേശു നൽകും വിശ്വാസം. എന്തെല്ലാം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് ഒരു ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. ന്യൂസുകൾ, സുഹൃത്തുക്കളുടെ സംഭാഷണങ്ങൾ, വീട്ടിലെ സംഭാഷണങ്ങൾ, പരാതികൾ, കുറ്റങ്ങൾ, കുറവുകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ എന്തായി കേൾക്കുന്നതാണ്. ന്യൂസ് കേൾക്കും. ന്യൂസിൽ എന്താ നല്ലതുള്ളത്? മുഴുവൻ നാശമാണ് കേൾക്കുന്നത്. യുദ്ധം, കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം, അപകടം, ഇങ്ങനെ നിരവധി ഈ വളരെ ഭീതിപ്പെടുത്തുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുക, ആൾക്കാർ വിളിക്കുക, വിളിച്ചിട്ട് എന്നാ പറയുന്നത്? നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഉള്ളവരുണ്ട്, ആരുടെയെങ്കിലുമൊക്കെ കുറ്റമായിരിക്കും പറയുന്നത്. നമ്മളപ്പോൾ ആണോ, അയ്യോ ശരിയാ, എനിക്കും അനുഭവമുണ്ട്. പിന്നെന്താ കേൾക്കുന്നത്? പിന്നെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ചാനൽ നോക്കണം. അത് ഈ ആൾക്കാർ ചീത്ത പറയുന്ന ചാനലുകളായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സകല കുഴപ്പങ്ങളെയും പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് തെളിവ് സഹിതം ഹാജരാക്കി ജനസമക്ഷം അവതരിപ്പിക്കുന്ന ചാനലുകളെ നോക്കിക്കോ, അതിന് ഭയങ്കര വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുമാണ്. എന്നാൽ നല്ല കാര്യം പറയുന്ന ചാനലൊക്കെ നോക്ക്, ഒരു പട്ടിക്കുഞ്ഞു പോലും ചിലപ്പോൾ നോക്കാറില്ല. വളരെ കുറച്ച് വ്യൂവേഴ്സൊക്കെ ആയിരിക്കും ഉള്ളത്. നല്ലതുകൊണ്ട് കേട്ടോ, നല്ലത് കാണുന്നവരുമുണ്ട്. എല്ലാവരും ഒരു പൊതു സ്വഭാവമാണിത്. ഈ മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. അതൊരു മയക്കുമരുന്ന് പോലെ. അപ്പോഴത്തേക്കൊരു പെട്ടെന്നൊരു പ്രത്യേക സുഖമാണ് കിട്ടുന്നത്. വല്ലവൻ്റെ കുറ്റം പറയുക, കുറവ് പറയുക, നാശം കാണുക, നാശം കേൾക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖതൊരു മയക്കുമരുന്ന് പോലാണ് ഈ മനുഷ്യനത്. പക്ഷെ നമ്മൾ അന്നേരം ഒരു കാര്യം മറന്നു പോകരുത്. അങ്ങനെയുള്ള വാർത്തകളും കേൾവികളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ വിശ്വാസത്തെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ ഈ കേൾക്കുന്ന ഒന്നും തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തത്തില്ല. നമുക്കൊരു വിശ്വാസം കെട്ടിപ്പടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ജീവിതം ഒരു പോസിറ്റീവായി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകത്തില്ല. നല്ലൊരു ഭാവി നമുക്കുണ്ടാകത്തില്ല. ഇതെല്ലാം നശിപ്പിച്ച് കളയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഈ വേണ്ടാധീനം കേൾക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എന്താ ഇന്നത്തെ ദിവസം കേട്ടത്, ഞാൻ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ നിസ്സാര എന്ന് പറയരുതെന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിസ്സാര എന്ന് പോലും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ കർത്താവിന്റെ മക്കളായ നമ്മൾ എന്തെല്ലാം വൃത്തികേടുകളാണ് ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത്. ഉള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ, ഉള്ളതായാലും ശരി, ഇല്ലാത്തതായാലും ശരി, ഇതൊന്നും പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുതെന്നാണ് യേശു പറഞ്ഞത്. ഇതൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. നമ്മൾ അഴുക്കാകാതെ, നമ്മൾ മോശമാകാതെ സൂക്ഷിക്കുക. അതെങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? ഈ വേണ്ടാധീനങ്ങളൊന്നും കേൾക്കാതിരുന്നാൽ മതി. കേൾക്കുന്നെങ്കിൽ ദൈവവചനം മാത്രം കേൾക്കണം. നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്ന, നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്ന, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ പണിയുന്ന നല്ലതല്ലാത്ത ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കുന്ന എല്ലാ സോഴ്സുകളും നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കണം. അങ്ങനെ കേൾക്കുന്ന എല്ലാ സോഴ്സുകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി സുഹൃത്തായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. വൃത്തികേട് പറഞ്ഞു തുടങ്ങുമ്പോഴേ ശരി, അത് നമുക്ക് സംസാരിക്കാവേ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്തേക്കണം. ആരുടെയൊക്കെ കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോഴേ അവൻ അങ്ങനത്തവൻ, അവൻ പഠിച്ച കള്ളനല്ല, അവൻ വില്ലനാ, അവൻ ശരിയല്ല, അവൻ ആള് ശരിയല്ല എന്ന് തുടങ്ങുമ്പോഴേ പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ, ശരി നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ഇച്ചിരി തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഈ സംഭാഷണം ക്ലോസ് ചെയ്തേക്കണം. നമ്മളെന്തിനാ ഇവൻ്റെ കുറ്റം കേൾക്കുന്നത്? നമ്മളെന്തിനാ അവൻ മോശപ്പെട്ടവനാണ് നമ്മൾ കേൾക്കുന്നത്? എന്തിനാ? അവനിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നമുക്ക് പറയാം. അവൻ നല്ലവനാ കേട്ടോ, നല്ലവനാ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനം പറയുന്നത് എന്നതാണ്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത് എന്താണ്? കേൾക്കുന്നവർക്ക് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്ക് വരുത്താത്ത വാക്കുകളും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നാണ്. ചില ദൈവദാസന്മാരെ എനിക്കറിയാം, എന്തോ വൃത്തികെട്ട വർത്താനങ്ങളാണ് അവർ പറയുന്നത്. തെറി പറയുന്നവരെ വരെ എനിക്കറിയാം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: നീ അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ നിന്റെ വായ് ദൈവത്തിന്റെ വാ പോലിരിക്കുന്നതാണ്. എന്തെല്ലാം മോശം വർത്താനങ്ങളാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ. അവർക്ക് മാത്രമല്ല, അതിലേറ്റവും കൂടുതൽ ഈ സ്മോക്കിംഗ് പോലെയാണ്. വലിക്കുന്നവനേക്കാൾ കൂടുതൽ പാസീവ് സ്മോക്കറിനാണ്. അടുത്ത് നിന്ന് ഈ പുക വലിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകും.
ഈ പറയുന്നവനൊക്കെ കൂടുതൽ അപകടം ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഈ വേണ്ടാതീനം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധമേ കട്ട് ഓഫ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവരെ അത് പറയാൻ അനുവദിക്കുക. പറഞ്ഞു തുടങ്ങുമ്പോഴേ ആയിക്കോട്ടെ, നമുക്ക് വേറൊരു കാര്യം പറയാം, അതെ വേറൊരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് മാറ്റുക. കാരണം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ വളർത്തും, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ തളർത്തും. ഞാൻ എന്താണ് കേൾക്കുന്നതെന്ന് ഞാനാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എന്താണ് കേൾക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരോ ന്യൂസ് ചാനലുകാർ തീരുമാനിക്കരുത് ഞാൻ എന്ത് കേൾക്കണമെന്ന്. ഞാൻ എന്ത് കേൾക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ആ നിലവാരത്തിൽ നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കാനും അത് മാത്രമല്ല ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നമുക്ക് പ്രാപിക്കാനും കഴിയുകയുള്ളൂ. ചിലരുണ്ട് അവരുടെ ജീവിതത്തിലെ പരാതികളും സങ്കടങ്ങളും ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ ഇട്ടുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നവൻ ഡിപ്രഷൻ അടിച്ച് ചത്തു. ഇവർ പറഞ്ഞിട്ട് ഇവരുടെ പാട് നോക്കിപ്പോകും. അതുകൊണ്ട് ഇവർ മറ്റുള്ളവർ ഈ അവരുടെ കുറ്റവും സങ്കടവും ഡിപ്രഷനും ടെൻഷനും എല്ലാം കൂടെ ഇറക്കുമ്പോഴേ നമ്മൾ സ്ഥലം കാലിയാക്കുക. അവർക്ക് വലിയ ഗുണം, അവർ ചുമ്മാ അവരുടെ സുഖത്തിനങ്ങ് പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്നവൻ ഉണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കരമാണ്. ഇച്ചിരി മാനസികാരോഗ്യം കുറവുള്ളവനാ കേൾക്കുന്നെങ്കിൽ തീർന്ന്. ഇത് 10 പ്രാവശ്യം കേൾക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എല്ലാ ഹോപ്പും പോവും, സകല പ്രതീക്ഷയും പോയിട്ട് അവനെ അടുത്ത് എന്തെങ്കിലും ചത്താൽ മതി എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. നാം എന്ത് കേൾക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കണം. നമ്മൾ എന്ത് കേൾക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഉറയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് നല്ലത് കേൾക്കാൻ നമുക്കൊരുങ്ങാം. എന്ത് കേൾക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നല്ലത് കേൾക്കാൻ നമുക്ക് തീരുമാനിക്കാം. മോശമായത് അതിൻ്റെ സോഴ്സുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അത് അടച്ചു കളഞ്ഞേക്കാം, അല്ലാതെ കട്ട് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ റൂട്ട് മാറ്റി വിടാം. നമുക്ക് നല്ലത് സംസാരിക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തയ്യാറാകാം. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിശ്വാസം കേൾവിയാൽ വരുന്നെന്നാണ്. ഏത് കേൾവിയാൽ? വേണ്ടാതീനം കേട്ടാൽ, നെഗറ്റീവ് കേട്ടാൽ നിങ്ങളിൽ നെഗറ്റീവ് വിശ്വാസം ഉണ്ടായിത്തീരും. അതുകൊണ്ട് പൗലോസ് പറയുക, കേൾവി വിശ്വാസത്താലാണ് വരുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് കേൾക്കാം, ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം. അതിൽ നിന്ന് വിശ്വാസമുണ്ടായാൽ നിങ്ങൾക്കറിയാമോ, ജീവിതത്തിന് വലിയ അത്ഭുതങ്ങളിലേക്കായിരിക്കും നമ്മൾ നടന്നു കയറുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,